ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സയൻസ് പസ്യൂട്ട്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈൻ സൂ ആണ്. ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല എൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് ഈ ചാനലിലാണോ അതോ പഴയ ചാനലിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പോയി നോക്കിയിട്ടില്ല. എനിവേ നിങ്ങളൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ പുതിയതായിട്ട് കാണാൻ പോയപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുമാത്രമല്ല തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെയുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ കൂടാതെ ലൈക്കും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്തെങ്കിലും കമൻറ്റ്സ് അറിയിക്കുകയാണെങ്കിൽ അത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ പോകുന്നത് അലൈനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ആ നഗരത്തിൻ്റെ പച്ചപ്പ് കാരണം ആ നഗരത്തിന് പേരുണ്ട്, ഗാർഡൻ സിറ്റി എന്നാണ്, അഥവാ പൂന്തോട്ട നഗരം എന്നാണ് അലൈൻ അറിയപ്പെടുന്നത്. അലൈനിലെ ഈ കൊട്ടാരം, ഈ മ്യൂസിയം, അതിനൊരുപാട് കഥകളുണ്ട്. അതൊരു കൊട്ടാരമായിരുന്നു, പിന്നീട് അത് മ്യൂസിയം ആക്കിയതാണ്. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന UAE പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കൊട്ടാരത്തിലാണ് ഇന്ന് ആ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അലൈനിലെ ഏറ്റവും വലിയ മരുപ്പച്ചയായിട്ടുള്ള അലൈൻ ഒയാസിസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് 1937 ഇത് ആദ്യം നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ അലൈൻ എടുത്തെത്തി കഴിഞ്ഞു. 1998 ഇതൊരു മ്യൂസിയം ആക്കിയിട്ട് മാറ്റിയത്. 1966 വരെ ഷെയ്ഖ് സായിദും കുടുംബവും ഇവിടെ താമസിച്ചിരുന്നു. ഒരു ആർട്ട് ഗാലറി ഉൾപ്പെടെ കൊട്ടാരത്തിലെ പല മുറികളും മ്യൂസിയത്തിൽ ഉണ്ട്. പല മുറികളും മജ്ലിസ് പോലെ ആ ഒരു തരത്തിലാണ് ആ റൂം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, ഇതാ പിടിച്ചോ. അതുപോലെ തന്നെ അവിടെ ഒരു ഗ്രാൻഡ് കോട്ട് ടെൻ്റ് കൂടെ ഉണ്ട്. ബെഡുയിൻ കമ്മ്യൂണിറ്റികളെ സന്ദർശിക്കാൻ മരുഭൂമിയിൽ ഷെയ്ഖ് സായിദ് ഓടിച്ചിരുന്നതിന് സമാനമായിട്ടുള്ളൊരു ലാൻഡ് റോവറും അവിടെയുണ്ട്. ടിക്കറ്റ് എടുക്കണ്ട. ആദ്യമൊക്കെ ഇവിടേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണമായിരുന്നു പെർ ഹെഡ്. പക്ഷെ ഇപ്പോൾ അവർ ടിക്കറ്റ് എടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ചുമരിൽ പതിച്ച നോട്ടീസിൽ ഇവിടുത്തെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം അകത്തേക്ക് കിടക്കാനായിട്ട്. ഇവിടെയാണ് അലൈൻ പാലസിൻ്റെ ആ ഒരു ഭീമമായിട്ടുള്ള കവാടം. നമുക്ക് കവാടം തുറന്നു കിടക്കുന്നുണ്ട്. പതിയെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് കലപിലെ കൂട്ടുന്ന കിളികളുടെ ആ ഒരു മധുരമൂറുന്ന ശബ്ദമാണ്. മാത്രമല്ല അവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ ഈത്തപ്പഴമുണ്ട്, പിന്നെ നല്ല ചൂട് കാവയുണ്ട് കേട്ടോ. കുഞ്ഞു ക്ലാസ്സാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാനിങ്ങനെ മെല്ലെ ഇതാ ഒരു സ്റ്റെപ്പിലൊക്കെ ആയിട്ടുണ്ട്. ഒത്തിരി പിക്ചേഴ്സ് അവിടെ ഉണ്ട്. അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുത്ത് കാണിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ കാണുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ലാൻഡ് റോവറിനെ കുറിച്ച്, അതാണ് ആ ഒരു ഷെറ്റിൽ കാണുന്നത്. അത് എപ്പോൾ വന്നാലും എന്ന് വന്നാലും അത് അവിടെ തന്നെ ഉണ്ടാവും.
ഇനിയിപ്പോൾ അടുത്ത ഡോറ് ഇതാ അൽ നഹ്യാൻ ഫാമിലി ട്രീ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയ്ഖ് അൽ നഹ്യാൻ അവരുടെ ഫാമിലി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരമ്പരയുടെ മൊത്തം എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഇതാ ദ ടൈം ടേബിൾ ഓഫ് അൽ നഹ്യാൻ റൂളേഴ്സ് കണ്ടോ, 15 പേരുണ്ട്. ഐസ ബിൻ നഹ്യാൻ മുതൽ 18th century മുതൽ 2004 വരെയുണ്ട്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സായിദ് ബിൻ ഖലീഫ അൽ നഹ്യാൻ. അപ്പോൾ സായിദ് ദ ഗ്രേറ്റ്, അൽ നഹ്യാൻ കുടുംബത്തിലെ ഖലീഫ സായിദ് ബിൻ ഖലീഫ അൽ നഹ്യാനാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹം ദ ലൈറ്റ് ഷെയ്ഖ് ഓക്കെ സുൽത്താൻ ബിൻ സയ്യിദ് ബിൻ ഖലീഫ അൽ നഹ്യാൻ. ഇത് നമുക്ക് ഇങ്ങനെ പോവാം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നാണ് ഖാലിദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഉമർ ബിൻ സായിദ് അൽ നഹ്യാൻ, അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ, മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ, അഹ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ദാബ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇദ്ദേഹം ഹംദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഇത് ഭംഗിയല്ലേ നെറ്റൊക്കെ കാണാൻ, ഈ ഒരു കവറിങ് നല്ല ഭംഗി കാണാൻ. ഫല ബിൻ സായിദ് അൽ നഹ്യാൻ, അദ്ദേഹം നാം കാണുന്നില്ലേ. തഹ്നൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ. ഇദ്ദേഹം നാസിർ ബിൻ സായിദ് അൽ നഹ്യാൻ. സൈഫ് ബിൻ സായിദ് അൽ നഹ്യാൻ. നഹ്യാൻ ബിൻ സായിദ് അൽ നഹ്യാൻ. ഇവിടെയൊക്കെ ഇത് നമ്മുടെ എന്താ പറയുക AC കൂളിംഗ് കേട്ടോ. നമ്മുടെ ഇല്ലേ AC-യുടെ എയർത്തിൽ കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ AC-യുടെ സെറ്റിങ്സ്. ഇസ ബിൻ സായിദ് അൽ നഹ്യാൻ. ഹസ ബിൻ സായിദ് അൽ നഹ്യാൻ. സായിദ് ബിൻ സായിദ് അൽ നഹ്യാൻ. സുൽത്താൻ ബിൻ സായിദ് അൽ നഹ്യാൻ. ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ. ഓക്കെ, ലൈറ്റ് ഷെയ്ഖ്. ഇവിടെ 2 പേരുണ്ട് കേട്ടോ. നമ്മുടെ ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാൻ. അടുത്തതാണ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. നമ്മുടെ ട്രീ ആണ് കേട്ടോ. ഇവിടെ നാട് തുടങ്ങി. ഇത് ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ പേരാണ്. നല്ലൊരു ട്രീ ആക്കിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഓരോ ലീഫിലും ഓരോരുത്തരുടെ പേരാണ് കണ്ടോ. മുഹമ്മദ്,
പിന്നെ സുൽത്താൻ, ഓരോ ജില്ലയിലും ഓരോ ഇലയിൽ അവിടുത്തെ കുടുംബാംഗങ്ങളുടെ മൊത്തം ആ ഫാമിലി ട്രീ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഖലീഫ, ഖാലിദ്, ഈസ, സുൽത്താൻ, ഖാലിദ്, സുൽത്താൻ, യാഫൂർ, സയ്യിദ്, സുറൂർ, മുഹമ്മദ്, ഖലീഫ, ഹംദാൻ, മുബാറക്, ഹംദാൻ, തബ്നൂൻ, ഹംദ്, അങ്ങനെ ഇതെന്താ മൻസൂർ, അഹമ്മദ്, സായിദ്, ഖലീഫ, ഷഹൂദ്, ദിയാബ്, ഈസ, അങ്ങനെ ഇതാ യാസീൻ. നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത് യാസീൻ എന്ന പേര്. പിന്നെ പേരുകൾ കണ്ടോ. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം കേട്ടോ. നമ്മുടെ ഷെയ്ഖ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. ഇതാരാ അറിയോ? ഷഖ്ബുത്ത് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. ഇത് ഞാൻ വായിക്കുന്നില്ല, ഇത് നിങ്ങൾ വായിച്ചോട്ടോ. ഇംഗ്ലീഷിലൊരു എടുത്തിട്ടുണ്ട്, ഒരു ഫാമിലി ട്രീ. അതിൻ്റെ മൊത്തം ഒരു ഹിസ്റ്ററിക്കലൂടെ എഴുതിയിരിക്കാം. The family tree shows the history of Al Nahyan family, starting from Sheikh Zayed bin Khalifa to the youngest of late Sheikh Zayed bin Sultan sons. Okay, the first picture on the left to the entrance is for Sheikh Zayed bin Khalifa. Okay, the grandfather of late Sheikh Zayed bin Sultan, who ruled Abu Dhabi for 54 years and built the Al-Jahli fort in 1891 to 1898. One of the most important momentums in Al-Ain city. Okay, അപ്പോൾ നിങ്ങളിത് വായിച്ചോളൂ. ഓക്കെ, ഞാൻ കുറച്ച് നേരം എടുക്കുന്നുണ്ട്. ലാസ്റ്റ് വായിക്കാം. Sheikh Khalifa is the first son of Sheikh Zayed. He was born in 1948. It was Al-Ain city rulers' representatives in 1966. He was nominated by the Supreme Council of the Seven Emirates to rule the United Arab Emirates in 2004. The rest of the pictures show Sheikh Mohammed, the Crown Prince, and the rest of Sheikh Zayed's son according to their ages. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാം. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നു, ഇത് ലാസ്റ്റ് ആട്ടോ. ഓക്കെ, നമുക്ക് പുറത്തേക്ക് കിടക്കാം. അപ്പം അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.